ലോറൻസ് സിദ്ദിഖിനായി അന്വേഷണം ഊർജിതം. കേരളത്തിനകത്തും പുറത്തും തെരച്ചിൽ. മുൻകൂർ ജാമ്യം തേടി സിദ്ദിഖിന് സുപ്രീം കോടതിയെ സമീപിച്ചേക്കും. തടസ്സ ഹർജി നൽകാൻ അതിജീവിത. പീഡനക്കേസിൽ ഇടവേള ബാബുവിനെ SIT ഇന്ന് ചോദ്യം ചെയ്യും. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരും. PV അൻവർ MLAയും P ശശിക്കെതിരായ ആരോപണം ചർച്ചയായേക്കും. തൃശൂർ പൂരം അരങ്കോലപ്പെടുത്തൽ റിപ്പോർട്ടിൽ സർക്കാരിന്റെ നിലപാടുടൻ നിർണായക മന്ത്രിസഭാ യോഗം ഇന്ന്. ADGP MR അജിത് കുമാറിനെതിരെ CPI മന്ത്രിമാർ നടപടി ആവശ്യപ്പെട്ടേക്കും. CPIM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം വൈദ്യ പഠനത്തിന് വിട്ടു നൽകുന്നതിൽ തീരുമാനം ഇന്നുണ്ടായേക്കും. ഉപദേശ സമിതിക്ക് മുന്നിൽ ഹാജരാകാൻ 3 മക്കൾക്കും നിർദ്ദേശം. പൊതുദർശന ചടങ്ങിലുണ്ടായ കയ്യാങ്കളിയിൽ CPIM നേതാക്കൾക്കെതിരെ പരാതി നൽകി മകൾ ആശ. ഇടുക്കി മൂന്നാറിൽ വീണ്ടും കാട്ടാന ആക്രമണം. പഞ്ചായത്തിന്റെ ശുചീകരണ തൊഴിലാളികൾക്ക് ഗുരുതര പരിക്ക്. ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജമ്മു കശ്മീരിൽ 2ാം ഘട്ട പോളിംഗ് മന്ദഗതിയിൽ. ആദ്യ മണിക്കൂറിൽ പോളിംഗ് ശതമാനം 10.22. ഉമർ അബ്ദുള്ളയും താരിഖ് ഹാരിയും രവീന്ദർ റെയ്നയും ഉൾപ്പെടെയുള്ള പ്രമുഖർ ജനവിധി തേടുന്നു. പോളിംഗ് ബൂത്തുകളിൽ സുരക്ഷ ശക്തം. ലബനനിൽ ഹിസ്ബുള്ളയുടെ ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം തുടർന്ന് ഇസ്രയേൽ. ബെയ്റൂട്ടിലെ മിസൈൽ ആക്രമണത്തിൽ ഹിസ്ബുള്ള കമാൻഡർ ഇബ്രാഹിം മുഹമ്മദ് ഖുവൈസി കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരണം. പ്രശ്നപരിഹാരത്തിന് ലോകരാഷ്ട്രങ്ങൾ UN രക്ഷാസമിതി ഇന്ന്.